കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ കോമൺ അമ്യൂണിറ്റി സൗകര്യങ്ങളോടെ സ്വന്തമാക്കുവാൻ കഴിയുന്ന 7 സെന്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലത്താണ്. ആദ്യമേ സൂചിപ്പിച്ച പ്രകാരം ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ കോമൺ അമ്യൂണിറ്റി സൗകര്യങ്ങളോടെ 7 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2491 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സർവൻ റൂമും ഒരു സർവൻ ബാത്റൂമും ഒരു ഹോം തിയേറ്ററും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ദർശനമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി കൊളോണിയൽ എലവേഷനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള പെയിന്റിംഗ് പാറ്റേണുകളും ഡബിൾ എലവേഷനോടും കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് മുൻഭാഗത്തായി 5 മീറ്ററോളം വീതി വരുന്ന 2 കാറുകൾ ഒരേ സമയം പാസ് ചെയ്തു പോകാവുന്ന രീതിയിലുള്ള വിശാലമായിട്ടുള്ള ടാർ റോഡാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. ഈ റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. 4 കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ഈ വീടിന് മുൻഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ള ഗാർഡൻ വർക്കുകളും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ കഴിയുക കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. എല്ലാ സമയത്തും നല്ല രീതിയിലുള്ള ജലലഭ്യതയുള്ള ഒരു പ്രദേശത്തായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴിദൂരം വരുന്നത് 500 മീറ്ററാണ്. കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്കും പട്ടിമറ്റം ടൗണിലേക്കും 2 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 4 കിലോമീറ്ററും സെന്റ് പീറ്റേഴ്സ് സ്കൂളിലേക്ക് വെറും 800 മീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. വീടിൻ്റെ വശങ്ങളിലും മനോഹരമായിട്ടുള്ള ബബിൾ സ്റ്റോണുകളും ഭംഗിയാർന്നിട്ടുള്ള ഗാർഡൻ വർക്കുകളും നമുക്ക് കാണുവാൻ കഴിയും. വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വർത്തമാനങ്ങളിലേക്ക് പ്രവേശിക്കാം. വീടിൻ്റെ മുൻഭാഗത്തായി നീളമേറിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. 4 ചെയറുകൾ ഇട്ടിരിക്കാൻ സൗകര്യം ലഭിച്ചിരിക്കുന്ന ഈ സിറ്റൗട്ടിൽ മനോഹരമായിട്ടുള്ള സ്റ്റീൽ ഡോറാണ് മുൻഭാഗത്തെ ഡോറായി നൽകപ്പെട്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാവുന്ന എല്ലാ ഡോറുകളും സ്റ്റീൽ ഡോറിൽ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നതും. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ഇന്റീരിയർ വിശദാംശങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. ഭംഗിയാർന്നിട്ടുള്ള ഇന്റേണൽ ഗാർഡൻ ഭാഗങ്ങളുമെല്ലാം ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഈ മുൻഭാഗത്തെ ഭിത്തിയിലായി ഭംഗിയാർന്നിട്ടുള്ള മിനിമലിസ്റ്റിക് ലുക്കിലുള്ള ഒരു TV യൂണിറ്റാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ജാളി വർക്കുകളോടെ നാച്ചുറൽ ലൈറ്റ് ആവോളം കടന്നു വരാവുന്ന രീതിയിലുള്ള ഒരു ഭംഗിയായിട്ടുള്ള പ്രദേശമായിട്ടാണ് ഈ ഭാഗം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നതും. ഏകദേശം 15ലധികം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കുവാൻ സൗകര്യം ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഹോളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞതും. ഭംഗിയാർന്നിട്ടുള്ള ഒരു വാഷ് കൗണ്ടറും നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ കിച്ചൺ ഭാഗത്തേക്കാണ്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മോഡുലാർ കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിവിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാനുള്ള സൗകര്യവും ലഭ്യമാക്കിയിരിക്കുന്നു. കിച്ചണിനോട് ചേർന്ന് ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ ഭാഗം കൂടി നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. 3 ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഭംഗിയാർന്നിട്ടുള്ള കബോർഡുകളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ബാത്റൂമുകളിൽ ജാഗ്വാറാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ 2ാമത്തെ ബെഡ്റൂം മനോഹരമായിട്ട് തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള
വാർഡ്രോബുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ സർവൻറ്റുകളോ ഗസ്റ്റുകളോ ആരെങ്കിലും വന്നാൽ അവർക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കോമൺ ബാത്റൂമിലേക്കും അതിനോട് അനുബന്ധിച്ചുള്ള ഒരു ബെഡ്റൂമിലേക്കുമാണ്. മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സർവൻറ്റ് ബാത്റൂം ബെഡ്റൂമുകളിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. ഭംഗിയാർന്നിട്ടുള്ള ടൈലുകളും ടഫ് ആൻഡ് ഗ്ലാസും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങുമാണ് സ്റ്റെയറുകളിൽ നൽകപ്പെട്ടിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. വിശാലമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കുവാൻ കഴിയുന്ന ഈ വിശാല ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും മനോഹരമായിട്ടുള്ള വാർഡ്രോബുകളും തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി കൂടി ഈ ബെഡ്റൂമിനായി സൗകര്യപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് വീട്ടിൽ ഹോം തിയേറ്റർ റൂമായി ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു റൂമിലേക്കാണ്. ജനാലകളൊന്നും നൽകാതെ തന്നെ മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ്. വിശാലമായിട്ടുള്ള ഈ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും വലിയ രീതിയിൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ രൂപകൽപ്പന നടത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗങ്ങളിലേക്കുമാണ്. 2 യൂട്ടിലിറ്റി ഏരിയ ഭാഗവും ഒരു ബാൽക്കണിയുമാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത്. കാക്കനാടിന് സമീപം കിഴക്കമ്പലത്ത് 7 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2491 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു കോമൺ ബാത്റൂമും ഒരു സർവൻറ്റ് റൂമും ഹോം തിയേറ്റർ റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 1,40,00,000 രൂപയാണ്. വില അല്പസ്വല്പം നെഗോഷ്യബിളുമാണ്. കോമൺ അമ്യൂണിറ്റി സൗകര്യങ്ങളോടെ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ കാക്കനാടിന് സമീപം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് സ്വന്തമാക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് ബാങ്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ബാങ്ക് ലോണും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതുമാണ്. ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിച്ച് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ വീടിനെക്കുറിച്ചുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ലക്ഷൂറിയസ് വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.